ബി.ജെ.പി. അംഗത്വം എടുത്തത് സഭാധ്യക്ഷന്മാരുടെ അനുവാദം വാങ്ങിയ ശേഷമാണെന്ന് ഷോൺ ജോർജിന്റെ വെളിപ്പെടുത്തൽ. 24ന്റെ ജനകീയ കോടതി പരിപാടിയിലാണ് ഈ വെളിപ്പെടുത്തൽ. അനുവാദം നൽകിയ സഭാധ്യക്ഷന്മാരുടെ പേര് വെളിപ്പെടുത്തുന്നത് ശരിയല്ലെന്നും ഷോൺ ജോർജ് പറയുന്നു. പിതാക്കന്മാരുടെ അനുവാദത്തോടെയാണ് ബി.ജെ.പിയിലേക്ക് പോയത്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ പിതാക്കന്മാർ നേരിട്ട് ഒരു രാഷ്ട്രീയത്തിൽ ഇടപെടുന്നവരല്ല. കൃത്യമായിട്ട് അവർക്ക് വ്യക്തിപര താല്പര്യം ഉണ്ടാവും. ഞാൻ റോമൻ കത്തോലിക്കനായ ഒരു വ്യക്തിയാണ്. പാലാ രൂപതയിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സീറോ മലബാർ സഭയിൽപ്പെടുന്ന വ്യക്തിയാണ്. ആഗോള ക്രൈസ്തവ സഭയിൽപ്പെടുന്ന വ്യക്തിയാണ്. എനിക്ക് അനുവാദം മേടിക്കേണ്ടവർത്തെല്ലാം ഞാൻ അനുവാദം മേടിച്ചു. ഞാൻ പറയട്ടെ ഞാനത് ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയുന്നതും എൻ്റെ പിതാക്കന്മാരെ ഞാൻ അപമാനിക്കുന്നതും തുല്യം ഞാൻ ചെയ്യില്ല. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഹർജി ഫയൽ ചെയ്ത കാര്യം തന്റെ സുഹൃത്ത് ബിനീഷ് കോടിയേരിയോട് നേരത്തെ അറിയിച്ചിരുന്നുവെന്നും ഷോൺ ജോർജ് ജനകീയ കോടതിയിൽ പറഞ്ഞു. PC ജോർജ് വഴി ഹർജി നൽകിയാൽ പോരെ എന്നായിരുന്നു ബിനീഷിന്റെ ചോദ്യമെന്നും ഷോൺ ജോർജ് വെളിപ്പെടുത്തി. ഞാൻ പറഞ്ഞാളിയ ഇങ്ങനൊരു കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. നിന്റെ കാര്യം ഞാൻ എന്നാ പറയാനാ? എന്നോട് ഇല്ല, എതിർത്തിയല്ല. നീ ഫയൽ ചെയ്യണമായിരുന്നോ? ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പം പിണറായിക്കെതിരെയൊക്കെ വരുമ്പോൾ അങ്കിളിനെ കൊണ്ടും കാര്യം ഫയൽ ചെയ്തപ്പോരായിരുന്നു. അവൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ ഫയൽ ചെയ്യുന്നവനറിയാം. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൈവെട്ടിയ പ്രൊഫസർ TJ ജോസഫ് ഇസ്ലാമിനെ വിമർശിച്ചത് തെറ്റാണെന്നും ഇതര മതസ്ഥർ മതവിമർശനം നടത്തുമ്പോൾ വിശ്വാസം മുറിപ്പെടുമെന്നും ഷോൺ ജോർജ് ജനകീയ കോടതിയിൽ പറഞ്ഞു. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു അധ്യാപകൻ എന്ന നിലയിൽ, അന്യമതസ്കൻ എന്ന നിലയിൽ ഞാനാണെങ്കിലും ഖുറാനെ കുറിച്ചോ ഭഗവത്ഗീതയെ കുറിച്ചോ ഞാൻ അഭിപ്രായം പറയരുത്. ഖുറാനെ സംബന്ധിച്ചോ ഭഗവത്ഗീതയെ സംബന്ധിച്ചോ ബൈബിളിനെ സംബന്ധിച്ചോ ഒരു അന്യമതസ്കരായ ആളുകൾ അഭിപ്രായം, ഇതെല്ലാം നമ്മൾ അംഗീകരിച്ചില്ല. അഭിപ്രായം പറയാൻ പാടില്ല. വിനീത VG കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനീത, ഈ ക്രൈസ്തവ സഭയുമായി ചങ്ങാത്തം സ്ഥാപിക്കാൻ വേണ്ടി BJP ശ്രമിക്കുന്നതിനിടയിലാണ് ഷോൺ ജോർജിനെ പോലൊരാൾ താൻ BJPയിലേക്ക് ചേർന്നത് ഈ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരുടെയൊക്കെ അനുവാദത്തോടു കൂടിയാണ്, അവരുടെ അനുമതിയോടു കൂടിയാണ്, അറിവോടു കൂടിയാണ് എന്ന് ജനകീയ കോടതിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എത്രത്തോളമുണ്ട്? തീർച്ചയായും ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ BJP ഇത്തരത്തിൽ ക്രൈസ്തവരെ കൂടി ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നമ്മൾ അത് കണ്ടതാണ്. അതുമായി മുൻനിർത്തി നോക്കുമ്പോൾ ഇനിയൊരു തെരഞ്ഞെടുപ്പ് കൂടി എത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലേക്കുള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. അതായത് BJPയിൽ ചേരുന്നത് അത് ആവശ്യമുള്ള എല്ലാവരുടെയും പിതാക്കന്മാരുടെയും ഒക്കെ പേരെടുത്ത് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷോൺ ജോർജ് തുടങ്ങുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഇങ്ങനെ തന്നെയാണ്: അനുവാദം വാങ്ങേണ്ട പിതാക്കന്മാരിൽ നിന്നെല്ലാം അനുവാദം കിട്ടിയിട്ടുണ്ട്. ആ അനുവാദത്തോടു കൂടി തന്നെയാണ് BJPയിൽ തങ്ങൾ പ്രവേശനം നടത്തിയതെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിൽ ചില പിതാക്കന്മാരുടെ പേരെടുത്ത് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് മാത്രം അത് പറയുന്നില്ല എന്നും പറയുന്നുണ്ട്. അതായത് കൃത്യമായി പിതാക്കന്മാരുമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്, അവരിൽ നിന്ന് അനുവാദം ലഭ്യമായിട്ടുണ്ട്. ആ അനുവാദത്തിന് ശേഷം തന്നെയാണ് ഇത്തരത്തിൽ BJPയിലേക്ക് പ്രവേശനം നടത്തിയതെന്നും വ്യക്തമാക്കുന്നുണ്ട്. രണ്ടാമതായി പറഞ്ഞ മറ്റൊരു കാര്യം, മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരായ ഈ ഹർജി ഫയൽ ചെയ്ത കാര്യം പിന്നീട് ബിനീഷ് കോടിയേരിയുമായി സംസാരിച്ചിരുന്നു. ബിനീഷ് കോടിയേരിയോട് ഈ ഹർജി ഫയൽ ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നും ഷോൺ ജോർജ് ജനകീയ കോടതിയിൽ പറയുന്നുണ്ട്. ഈ ഹർജി ഫയൽ ചെയ്ത് 2 ദിവസത്തിന് ശേഷമാണ് ഇക്കാര്യം ബിനീഷിനോട് പറഞ്ഞതെന്നും പറയുന്നു. എന്നാൽ ഈ ഹർജി അച്ഛനെ കൊണ്ട് ഫയൽ ചെയ്യിപ്പിച്ചാൽ പോരെ, അതായത് PC ജോർജിനെ കൊണ്ട് ഫയൽ ചെയ്യിപ്പിച്ചാൽ പോരെ ആയിരുന്നോ എന്നാണ് ബിനീഷ് തന്നോട് ചോദിച്ചതെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കുന്നു. താനും ബിനീഷും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ്, വലിയ രീതിയിലുള്ള സൗഹൃദമുണ്ട്. ഈ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഹർജി നൽകിയ കാര്യം, ഫയൽ ചെയ്ത കാര്യം ബിനീഷിനോട് പങ്കുവച്ചതെന്നാണ് ആ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിലും ഷോൺ ജോർജിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ജോസഫ് മാഷ് ഇസ്ലാമിനെ വിമർശിച്ചത് തെറ്റ് എന്നാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ക്രൈസ്തവർ മാത്രമേ ബൈബിളിനെ കുറിച്ച് വിമർശനാത്മകമായി സംസാരിക്കാൻ പാടുള്ളൂ എന്നും അദ്ദേഹം ഒരു നിലപാടെന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതര മതസ്ഥർ മതവിമർശനം നടത്തുമ്പോൾ അത് വിശ്വാസത്തെ മുറിപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പ്രസ്താവനകൾ നന്നല്ല എന്നുകൂടി ഷോൺ ജോർജ് പറയുകയാണ്. വിനീത VG ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ജനകീയ കോടതിയിലാണ് ഷോൺ ജോർജ് വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങളായിരുന്നു വിനീത പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.